റീസെൻ്റ്ലി നമ്മൾ ഒരു ഫിനിഷിങ് ചെയ്ത ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സൈറ്റ് വരുന്നത് രാമനാട്ടിലാണ്. അരുൺ ദീപ്തി ദമ്പതികളുടെ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഫസ്റ്റിൽ നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ ചെയ്ത ഈ ഒരു ഊഞ്ഞാലനാണ്. ഈ ഊഞ്ഞാൽ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ മെയിൻ ഈ സിറ്റ് ഔട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് പോർഷനും ഈ ടീക്ക് വുഡ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് നേരെ എന്താണ്, ഈ ഒരു ബെഞ്ചാണ്. കാരണം നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ നമുക്ക് സ്പേസിങ് കുറവായതുകൊണ്ട് സിറ്റിംഗ് സ്പേസ് അവർക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയർ നമുക്ക് സ്പേസിങ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഊഞ്ഞാലായിട്ടും ഈ ബെഞ്ചായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഞ്ചിൻ്റെ ഔട്ട് സൈഡ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ജിയിലാണ്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ വരുന്ന ടോട്ടൽ പില്ലർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തത് ടെക്സ്ചർ പെയിൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ്ങും ഈ ടെക്സ്ചറും കൂടെ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെന്താണ് വുഡിൻ്റെ ഒരു ബോർഡറാണ്. അതും നമ്മൾ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ എന്താ ചെയ്യുക, ഈ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ വീടിൻ്റെ മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡോറിന് കൂടുതൽ അട്രാക്റ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ PV ഗോൾഡിൻ്റെ ഹാൻഡിൽസാണ്. ഈ വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളൊരു പോർഷനാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഹാർട്ട് വർക്ക്. നമ്മൾ ഈ ഹാർട്ട് വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് സിമെൻറ്റ് ബേസിലാണ് നമ്മൾ സാധനം ചെയ്തിട്ടുള്ളത്. ഈ ഹാർട്ട് വർക്ക് നമ്മൾ കൂടുതൽ ഒന്നും കൂടെ അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വിനീർ പോർഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മളത് ഔട്ടർ ബോർഡർ നമ്മൾ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് കയറി വരുന്ന റൈറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പൂജാ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പൂജാ റൂമിൻ്റെ ചെറിയൊരു പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇനി നമ്മൾ വരുന്നത് ലിവിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. ഈ ലിവിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു 3 സീറ്റ് സോഫയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ഹാളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റാണ്. ഒന്ന് സിമെൻറ്റ് ബേസ് നമ്മൾ മെയിൻ ഹാളിൽ കാണിച്ചിട്ടുണ്ട്. ലിവിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്ലേയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഹാർട്ട് വർക്കിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് PVCയിൽ ഔട്ടർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമ്മൾ വിനീറാണ്. അതുപോലെ തന്നെ 2 സ്പോട്ട് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനൊരു ലൈറ്റിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ സീലിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ജിപ്സനാണ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ട്രാക്ക് ലൈറ്റിൻ്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ കട്ടിങ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലോങ് കട്ടനാണ് ഇത് നമ്മൾ കൊടുത്തുള്ളത്. അതിനൊരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഫിനിഷിങ് വന്നുള്ളത് ടീക്ക് വുഡ് വിനീറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ ഇതിലേക്ക് വരാന്നുണ്ടെങ്കിൽ ചെറിയൊരു ടീപ്പോയ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടീപ്പോയ് മെറ്റല് ടോപ്പിൽ നമ്മൾ മാർബിൾ ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നേരെ ഈ കോർണറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പ്ലാന്റ്സാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഫ്ലോർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹൈ ഗ്ലോസി ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സൈസ് വരുന്നത് 6x4. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഫാമിലി ലിവിങ്ങിലേക്കാണ് വരുന്നത്. അത് നമ്മളിവിടെ അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ആർക്കിഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആ ആർക്കിഡ്രൈവ് നമ്മളും ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിവുഡ് ടീക്ക് വിനീറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഇത് ടോട്ടലി മൊത്തം ഒരു ഹാളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് സെപ്പറേഷൻ എന്നുള്ളതിലാണ് എന്ത് ചെയ്തത് 3x3 എന്നുള്ള സോഫ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സോഫ നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് കസ്റ്റമൈസ് നമ്മളതായ ഡിസൈനിൽ നമ്മൾ ചെയ്തെടുത്താണ്. ഈ സോഫിൻ്റെ കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീനും അതിനൊരു കോംബോ ആയിട്ട് നമ്മൾ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേ ടോണാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സോഫിൻ്റെ ഫാബ്രിക് വരുന്നത് ക്ലോത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്ലോത്ത് നമ്മൾ ഇരിക്കാൻ കുറച്ചും കൂടി ഒരു കംഫർട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ക്ലോത്തിൽ നമ്മൾ എന്ത് ചെയ്തത് ഈ സോഫ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരുന്നില്ല ഒരു ഹാർട്ട് വർക്ക് ചെയ്ത അത് ഈ ഫാമിലി ലിവിങ്ങിൻ്റെ ബാക്ക് വാളാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സോഫ 3x3 നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മെറ്റൽ നമ്മളിത് ഒരു ടീ ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ ടോൺ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു കാർപ്പറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക നേരെ ഡൈനിങ്ങിൻ്റെ പോർഷനിലേക്ക് നമുക്ക് പോകാം. ഈ ഡൈനിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 8 സീറ്റർ ചെയറോട് കൂടിയ ഒരു ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രീറ്റഡ് മഹാഗണിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ടോപ്പ് ഫിനിഷിങ് വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ചെയർ വരുന്നത് ഒരു ലെതറാണ്.
അത് നമ്മൾ ഫാമിലി ലിവിങ്ങിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ നമ്മൾ കൊടുത്തല്ലോ, അതിനോട് കറക്റ്റ് ഒരു ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഈ ചെയറും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീനിഷ് ആയിട്ട് തന്നെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഈ കട്ടൺ, ഇത് നമ്മൾ ലോങ് കട്ടണാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫാമിലി ലിവിങ്ങിൽ വരുന്ന അതേ ടോൺ തന്നെ കംപ്ലീറ്റ് എല്ലാം മൊത്തത്തിലൊരു ടോൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കട്ടൺ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ലോങ് കട്ടണായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ എന്തുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന ടൈലാണ്. ഈ വാൾ നമ്മൾ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ബേസിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൂവർ പാനലാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയറിൻ്റെ താഴെയുള്ള സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റഡി ടേബിൾ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റഡി ടേബിൾ നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ അതുപോലെ തന്നെ വിനീറിലും PVC ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഈ മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസും അതിന് താഴെ നമ്മളൊരു ഓപ്പൺ ബോക്സും ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു സ്റ്റോറേജിൻ്റെ ഏരിയ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് നമ്മൾ ഇൻവേർട്ടർ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറേജ് സ്പേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ്. അതിന് നമ്മൾ സെപ്പറേഷൻ വരുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഈ 2 സീറ്റർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഹൈലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹാങ്ങിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ആർക്കി ഡ്രൈവ് നമ്മളിവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ആർക്കി ഡ്രൈവ് വരുന്നത് PVCയിൽ വിനീർ പോർഷനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പൺ ഒരു ഷെൽഫ് ഡെക്കോറിൻ്റെ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ടോപ്പ് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന ടൈലാണ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ നമ്മൾ എന്താണ് ചാർക്കോൾ പാനൽസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ പാനൽസ് നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു പ്രൊഫൈലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് മൾട്ടിവുഡാണ്. അതിന് ഫിനിഷിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് PVC ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഈ PVC ലാമിനേഷൻ നമ്മൾ ഈ കളർ നമ്മൾ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫാമിലി ലിവിങ്ങിലെ സോഫയും ഡൈനിങ്ങിൻ്റെ ചെയറും ടോട്ടലി ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കളർ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീനിഷ് ടോണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ മോഡേൺ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ഹോബ് ചിമ്മിനി ഹാഫ്ലെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 4 ബർണർ വരുന്ന ഒരു ഹോബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ മോഡേൺ കിച്ചണിൻ്റെ അപ്പർ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഒരു ഓപ്പൺ ഷെൽഫും അതുതന്നെ നമ്മൾ ചിമ്മിനിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഡോറിൻ്റെ ഒരു കോക്കറി യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീട് ടോട്ടലി 4 ബെഡ്റൂമാണുള്ളത്. അതിൽ 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലാണുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് പോർഷൻ വരുന്നത് ഈ ഹെഡിൽ ചെയ്ത ഈ ചാർക്കോൾ പാനലിൻ്റെ ഡിസൈനാണ്. ബെഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മൾ എന്ത് ചെയ്യും ഒരു ക്ലോത്ത് ഫിനിഷിങ്ങിലാണ് ഈ ടോട്ടൽ നമ്മൾ ബെഡ് ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ബെഡിൻ്റെ 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 2 സൈഡ് ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫിനിഷിങ് വരുന്നതും വിനീർ തന്നെയാണ്. ഡോർ ഫിനിഷിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് PVC ലാമിനേഷനാണ്. ഈ വീടിൻ്റെ ഫാമിലി ഫോട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സൈഡ് ടേബിളിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നമ്മൾ 4 ഡോറിൻ്റെ വാർഡ്രോബാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ വാർഡ്രോബിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വർക്കിംഗ് ടേബിളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാർഡ്രോബിന് 4 ഡോറിൽ 2 ഡോർ നമ്മൾ എന്തുണ്ട് ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ ഉടനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇനി നമ്മൾ വരുന്നത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ വീടിൻ്റെ ടോട്ടലി എല്ലാ ബെഡ്റൂമിലെ ബെഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെറ്റൽ ഫ്രെയിമിൽ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സൈഡ് ബോക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബെഡ്റൂം ചെറിയ ചെറിയ ഡിസൈനിലാണ് നമ്മൾ എന്തായിട്ടുള്ളൂ മാറ്റം വരുത്തുള്ളൂ. ഫിനിഷിങ് എല്ലാം മൾട്ടിവുഡ് വിത്ത് വിനീർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് ടേബിളിന് തൊട്ട് മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാളിലെ ഡിസൈനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷിങ്ങിലുള്ള പെയിൻ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഈ 2 വിൻഡോസിന് നമ്മൾ എന്തുണ്ട് പാനലിങ് ചെയ്തിട്ട് റോമൺ കാറ്റനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഈ റൂം സ്പേസ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ നമുക്ക് കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് സ്ലൈഡിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ
കംപ്ലീറ്റ് ഫിനിഷിങ് ചെയ്തിട്ടുള്ള നമ്മൾ മൾട്ടിവുഡ് വെനീർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ലാമിനേഷനും അതിൻ്റെ ഈ സെൻറ്റർ വൈറ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്ത് PVC ലാമിനേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മിറർ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ മിറർ യൂണിറ്റിൻ്റെ ഈ ഡ്രോയറിൻ്റെ ഒരു കർവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് പോകാം. അത് നമ്മളിവിടെ സ്റ്റയർ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, ഈ ഹാൻഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ നമ്മൾ വന്നിട്ടുള്ളത് ടൈലാണ്. പിന്നെ ഇതിനൊരു അട്രാക്ഷൻ നമ്മൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു സ്റ്റയറിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു സെൻസർ ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പം ഈ ഫസ്റ്റ് ചെറിയ ലാൻഡിങ് നമ്മൾ എന്ത് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് എന്തെങ്കിലും നമ്മൾ നെറ്റിപ്പട്ട നമ്മൾ ഒരു അട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് നമുക്ക് പോവാം. കയറി വരുമ്പോൾ നമുക്ക് ഈ സെൻട്രൽ ഹാളിലെ ഈ ഹാങ്ങിങ് ലൈറ്റ്സാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വരുന്നത്. ഈ സീൻ ബിലോൻ്റെ ഈ സെൻട്രലാണ് നമ്മൾ എന്തെങ്കിലും ഈ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമിലി ലിവിങ്, ഡൈനിങ്, ഓപ്പൺ കിച്ചണ്, ഇത് മൂന്നും കൂടെ ഇവിടുന്ന് കാണുമ്പം അതിന് ഭംഗി വേറെ തന്നെയാണ്. സീൻ ബിലോൻ്റെ ഹാൻഡ് റെയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്ലാസ്, അതിന് ടോപ്പിൽ നമ്മളത് ടീക്ക് വുഡ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വ്യൂയിലേക്ക് പോകാം. ഈ ബെഡും നമ്മൾ ടോട്ടൽ താഴെ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ക്ലോത്ത് ബേസിനാണ് നമ്മളിതിൻ്റെ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വാളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടെക്സ്ചർ ഫിനിഷിങ്ങും വിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു വുഡൻ്റെ ഒരു റീപ്പർ ഡിസൈനുമാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഡിസൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സെൻറ്റർ പോർഷനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലാമിനേഷൻ ചെയ്തിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് PVC ലാമിനേഷനാണ് ഈ വൈറ്റ് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ മിറർ യൂണിറ്റാണ് നമ്മൾ ഈ കാണുന്നത്. വലിയൊരു മിററും അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ഡ്രോയറും തൊട്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയറി വരുന്നത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇത് ബെഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ക്ലോത്ത് ഫിനിഷ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വാളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വിത്ത് ഡെക്കറേറ്റീവ് ലാമിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വാളിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സെൻറ്റർ പോർഷനിൽ വരുന്ന ഈ കട്ടന് നമ്മൾ പാനലിങ് ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റോമൻ കട്ടൻ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ലോങ് കട്ടന്, ടോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വുഡൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നമ്മൾ 4 ഡോറുള്ള വാർഡ്രോബാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വാർഡ്രോബ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് ലാമിനേഷനാണ്. ഡോർ ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ടുള്ള ലാമിനേഷനാണ്. അത് നമ്മൾ അട്രാക്ഷൻ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഹാൻഡിലാണ്. ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ ഓപ്പൺ ഷെൽഫിൽ ഈ വുഡ് ഫിനിഷും വരുന്നത് മൈക്ക ലാമിനേഷനാണ് വരുന്നത്. മൂന്നാമത്തെ നിലയിൽ നമ്മൾ എന്തായുള്ളത്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇവിടുത്തെ സോഫൻ്റെ ഡിസൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ 3+2 ഒരു യെല്ലോ ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ TVൻ്റെ വാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ TVൻ്റെ വാൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ടുള്ള ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബോക്സ് യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളതും വുഡ് ഫിനിഷ് ആയിട്ടുള്ള മൈക്കാണ്. പിന്നെ സെൻറ്ററിൽ നമ്മൾ എന്തുണ്ട്, ഒരു കാർപ്പറ്റിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 7-8 വർഷം മുന്നെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഒരു ജസ്റ്റ് ഫൗണ്ടേഷൻ പോലെ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇൻറ്റീരിയറിൻ്റെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഫൈനലി ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് അവർ വഴിയാണ് ഈ ഡിക്കോലൈൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ നമ്മൾ അറിയുന്നതും നൗഫൽക്കേനെ പരിചയപ്പെടുന്നതും. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്വപ്നഭവനം എന്നിപ്പോൾ സാക്ഷാത്കാരമായി എന്ന് തന്നെ പറയാം. അവരുടെ വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? 100% സാറ്റിസ്ഫൈഡ് ആണ്. 100% എന്ന് പറയാൻ പറ്റില്ല, അതിലപ്പുറം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ ഫാമിലി എല്ലാവരും. അവര് നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസൈൻ 3D ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 3D ആയിട്ട് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചേഞ്ച് ഉണ്ടെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് നല്ല ഇതിൽ പറയാൻ പറ്റുന്ന ഒരു ടീമാണ്. കാരണം നമ്മൾ മുന്നേ ഇതേപോലെ തന്നെ 1-2 ടീമുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം നമ്മളെ സജഷനേക്കാൾ നമ്മൾ സജഷൻസ് ഇങ്ങനെ ഓപ്പണായി പറയുന്ന
പറയാൻ പറ്റിയൊരു ടീമാണ് ഡെക്കോലൈൻ. 3D കാണിച്ചു തന്നപ്പം നമ്മൾ ഓരോ സ്റ്റേജ് വരുമ്പം ഫിനിഷ് ആവാത്ത സമയത്ത് നമ്മൾ അങ്ങനെ ആവും, എങ്ങനെയാണ് നമുക്ക് അറിയില്ലല്ലോ. ഫൈനലി നമ്മൾ വീട് കണ്ട് ആ ലാസ്റ്റ് ഡേ അത് നമുക്ക് ഒരു എന്താ പറയുക, വളരെ ഹാപ്പിയാണ്, സർപ്രൈസ്ഡ് ആയിപ്പോയി നമ്മൾ കണ്ട സമയത്ത്. ഏപ്രിലായിരുന്നു ഹസ്ബൻഡിൻ്റെ ലീവ്, അദ്ദേഹം വരുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ മുന്നേ നമുക്ക് ഫൈനൽ സ്റ്റേജ് എത്തോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവാൻ പറ്റുമോ, ഹൗസ് ഫാമിങ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഫൈനലി അത് നമുക്ക് മെയ് 6 നമുക്ക് ഹൗസ് ഫാമിങ് നല്ല എന്താ പറയുക, ഭയങ്കര ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റി. എല്ലാവരും ഒന്നിനൊന്ന് എന്താ പറയുക, അത്രയും നല്ല ടീമാണെന്ന് വേണം പറയാൻ. പെയിൻറ്റിങ് ആണെങ്കിലും കാർപ്പൻറ്റർ ആണെങ്കിലും ഓരോ ടീമിനും ഓരോന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവരും ഒന്നായിട്ട് പറയുമ്പോൾ ഒരാളെ മാത്രം നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ ടീമും നല്ല ആൾക്കാരാണെന്ന് തന്നെ വേണം പറയാൻ. പണിക്കാരിൽ അങ്ങനെ പണിക്കാരെന്നുള്ള ലെവലല്ല, നമുക്ക് എന്ത് അവരടുത്തായാലും നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മളെ സജഷൻസ് എല്ലാം ഇപ്പം എന്താ പറയുക, ടെക്സ്ചർ പെയിൻറ്റ് അവർ നമ്മൾ ആദ്യം നമുക്കൊരു കളർ അവർ ചെയ്തു, നമുക്കത് ഭംഗിയില്ല, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അത് അവർ മാറ്റി ചെയ്തു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ സജഷൻസ് ഒക്കെ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു ടീമായിരുന്നു, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പെയിൻറ്റിങ് ആയാലും ഇപ്പോൾ കാർപ്പൻറ്റർ ആ ചേട്ടനായാലും എല്ലാവരും. കാരണം ഞാൻ പറഞ്ഞല്ലോ 7-8 വർഷം മുന്നേ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണിത്. ഇവിടെ കാട് പിടിച്ച് പ്രേതാലയം പോലെ കിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ച് കൊട്ടാരം പോലെയുള്ള ഈ വീട്ടിലേക്ക് ഞങ്ങൾ ഈ രീതിയിലേക്ക് എത്തിച്ചത് നൗഫൽക്കയുടെ ഡെക്കോലൈൻ ടീമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനെപ്പോഴും ഞാനൊരു 1000 തവണ രാത്രിയെന്നോ പകലിലാണ് ഇങ്ങനെ നൗഫൽക്കേനെ എനിക്ക് ഓരോ ഡൗട്ട് വരുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എപ്പോഴും ഏത് സമയത്ത് വിളിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയുക, നമുക്ക് മനസ്സിന് തൃപ്തി തരുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വീട് വെക്കാൻ പോകുന്ന ആരോടായാൽ പോലും എനിക്ക് ഡെക്കോലൈൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്.